നമസ്കാരം. കണ്ണൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ച സംഭവത്തിൽ പിടിയിലായ യുവതി തളിപ്പറമ്പ് എക്സൈസിനെതിരെ ആരോപണവുമായി രംഗത്ത്. മുറിയിൽ MDMA കൊണ്ടുവച്ചത് എക്സൈസ് ഉദ്യോഗസ്ഥരാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പ്രതികളിൽ ഒരാളായ റഫീന ആരോപിക്കുന്നത്. കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ തന്നെ പിടിച്ചതെന്നും സമൂഹത്തിൽ മോശക്കാരിയാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും കേസെടുക്കാതെ വ്യാജ ആരോപണം ഉന്നയിക്കുകയാണെന്നും റഫീന ആരോപിക്കുന്നു. റഫീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ പേരിൽ കേസെടുക്കാതെ ചാനലുകളിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. കൈക്കൂലി വാങ്ങിക്കുന്നവർക്ക് സർക്കാർ എന്തിനാണ് ജോലി കൊടുക്കുന്നതെന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ പേരിൽ ഒരു കേസുമില്ല. കുറേ പേർ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണ് എന്നൊക്കെ. എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ മടിയില്ല. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്, എങ്ങും പോയിട്ടില്ല. എന്നെ പോലീസുകാർ പിടിച്ചിട്ടില്ല. ആ ഫോട്ടോ വന്നത് അവർ കരുതിക്കൂട്ടി ഒറ്റ കൊടുത്തിട്ട് വന്നതാണ്. വീഡിയോയും ഫോട്ടോയും വന്നുവെന്ന് കരുതി എനിക്കാരെയും അഭിമുഖീകരിക്കാൻ ഒരു പേടിയുമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കുടുംബക്കാരും നാട്ടുകാരുമൊക്കെ ആ വീഡിയോ കണ്ടു. എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. എന്നെ MDMAയുമായി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? എനിക്കെതിരെ കേസെടുത്തില്ല. കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരുടെ പ്ലാൻ. ഇതിൻ്റെ സത്യം അറിയും വരെ ഞാൻ ഇതിൻ്റെ പിറകിൽ തന്നെ നടക്കും. എന്തു തന്നെ വന്നാലും എക്സൈസുകാരല്ല, ആര് തന്നെയാണ് ഇതിൻ്റെ പിന്നിലെങ്കിലും ഞാൻ ഇതിൻ്റെ പിറകിൽ തന്നെ ഉണ്ടാകും. ലോഡ്ജ് എന്നാണ് ഇവർ പറയുന്നത്. ധർമ്മശാലയിലുള്ള പൊളാരിഷ് എന്ന് പറഞ്ഞ റൂമാണത്. ആ റൂമിൻ്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാണ്. ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് CCTV മുഴുവൻ ഓഫായി. എന്തിനാണ് അത് ഓഫാക്കിയത്? എക്സൈസുകാർ വന്ന് അവർ തന്നെ സാധനം വെച്ച് അവർ തന്നെ എടുത്തിട്ട് ഇന്ന സാധനം കിട്ടി എന്ന് പറയുകയായിരുന്നു. എന്നെ ജയിലിൽ കൊണ്ടുപോയാൽ അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. അതുകൊണ്ടാണ് അവർ എന്നെ ഒന്നും ചെയ്യാത്തത്. ഇവർക്ക് വേണ്ടത് എന്നെ പരമാവധി നാറ്റിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ കമൻറ്റിൽ വന്ന് ഇനി ആരും ജയിലിലാണോ അതോ വേറെ എവിടെയെങ്കിലുമാണോ എന്ന് ചോദിക്കേണ്ടതില്ലെന്നും റഫീന പറയുന്നു. എന്നാൽ റഫീനയുടെ വാദം പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് എക്സൈസ്. റഫീന ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കേസെടുത്തിട്ടുണ്ടെന്നും കുറഞ്ഞ അളവ് മാത്രമായതുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാതെ ജാമ്യത്തിൽ വിട്ടതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ പറശ്ശിനിക്കടവിന് സമീപത്തെ കോൾമൊട്ടയിലെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി 4 പേർ പിടിയിലായത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷിജിൽ കുമാറിന്റെ നേതൃത്വത്തിൽ പറശ്ശിനിക്കടവ് കോൾമൊട്ട ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മട്ടന്നൂർ മരുതായി സ്വദേശി മുഹമ്മദ് ഷംനാദ്, വളപട്ടണം സ്വദേശി മുഹമ്മദ് ജംഷീൽ, ഇരിക്കൂർ സ്വദേശിനി റഫീന, കണ്ണൂർ സ്വദേശിനി ജസീന എന്നിവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 490 മില്ലിഗ്രാം MDMAയും ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും ലാമ്പുകളും പിടികൂടി. യുവതികൾ പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു. വീട്ടിൽ നിന്നും വിളിക്കുമ്പോൾ കൂട്ടുകാരികൾ ഫോൺ പരസ്പരം കൈമാറി വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് വരികയായിരുന്നുവെന്നും എക്സൈസ് പറഞ്ഞു. പിടികൂടിയപ്പോൾ മാത്രമാണ് വീട്ടുകാർ ഇവർ ലോഡ്ജിലാണെന്ന് മനസ്സിലാക്കുന്നത്. ഇവർക്ക് ലഹരി നൽകിയതിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും എക്സൈസ് അന്വേഷിച്ചു വരികയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ VV ഷാജി, അഷ്റഫ് മലപ്പട്ടം, പ്രിവന്റീവ് ഓഫീസർമാരായ നികേഷ്, ഫെമിൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജിത്, കലേഷ്, സനേഷ്, PV വിനോദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജിത എന്നിവരും പരിശോധന നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് തന്നെ എക്സൈസ് പറയുന്നു. ഇവർക്ക് മയക്കുമരുന്ന് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും അന്വേഷിച്ചു വരികയാണ്.